ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇസുവാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുസ്തകം ഹബീബിനെ പ്രണയിച്ചവൾ. നമ്മുടെ പേജിലെ ആദ്യത്തെ പുസ്തകം റിസ്വാൻ അബൂബക്കർ അതിന് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഇസ്ലാമിക് നോവൽ. അതിൻ്റെ ചില ആദ്യ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പൂർണ്ണ ഹിജാബ് ധരിച്ച് നൂറ ക്ലാസ്സിൽ കയറിയപ്പോൾ അതുവരെ ശബ്ദമായിരുന്ന ക്ലാസ് ഒന്ന് നിശബ്ദമായി. ക്ലാസ്സിലെ 80-ൽ പരം കണ്ണുകൾ അവളുടെ കറുത്ത പർദ്ദ ഒന്ന് ഓട്ടപ്രദക്ഷിണം വെച്ചിറങ്ങി. പുച്ഛം നിറഞ്ഞ ചിലർ പെട്ടെന്ന് മുഖം തിരിച്ച് എന്ത് കോലമാണല്ലേ എന്ന് പരിഹാസ്യരൂപേണ ആംഗ്യം കാണിച്ചു. അവൾ ഇരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന കുട്ടി ഭയത്തോടെ അല്പം നീങ്ങിയിരുന്നു. ഏതാടിയാ മരഭൂതം? പിൻബെഞ്ചിൽ നിന്നാരോ വിളിച്ചു ചോദിച്ചപ്പോൾ ക്ലാസ് മുഴുക്കെ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. പരിഹാസങ്ങളുടെ കുത്തുവാക്കുകളും വെറുപ്പിന്റെ നോട്ടങ്ങളും അവളുടെ മനസ്സിനെ കുത്തിക്കീറി. ഒരു ബാഗ് നിറയെ തളം കെട്ടിയ ദുഃഖവുമായിട്ടാണ് അന്നവൾ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചത്. വീട്ടിലെത്തി നേരെ റൂമിൽ കയറി കതകടച്ച് കട്ടിലിൽ മുഖമമർത്തി കിടന്നുകൊണ്ട് തേങ്ങിക്കരഞ്ഞു. ഒരുപാട് കരഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസം തോന്നി. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ചുവരിനോട് ചാരിയിട്ടിരിക്കുന്ന മേശയിൽ ഘടിപ്പിച്ച കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിരുന്നു. കോളേജിൽ നിന്ന് വന്ന് പടിക്കിടന്നത് കൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ചുക്കിച്ചുളിഞ്ഞ ആ കറുത്ത പർദ്ദയിൽ പൊതിഞ്ഞ ശരീരം അവരുടെ മുമ്പിൽ ചമ്മലോടെ മൗനിയായി പ്രതിഫലിച്ചു. പെട്ടെന്ന് ഫോണൊന്ന് ചിലച്ചു. വാട്സപ്പ് ഗ്രൂപ്പ് മെസ്സേജാണ്. തിരുനബിയുടെ മദഹുകൾ പറയാൻ വേണ്ടിയുണ്ടാക്കിയ ഗ്രൂപ്പിൽ നിന്നാണ്. അവൾ ആ മെസ്സേജിലൂടെ സ്ക്രോൾ ചെയ്ത് വായിച്ചു. മദീനയിലെ ജന്നത്തുൽ ബഖീഇന്റെ ചാരത്താണ് തിരുനബിയും സ്വഹാബത്തും. വെയിലാറി തുടങ്ങിയ സൂര്യന് ചുവപ്പ് നിറം കലർന്നിരിക്കുന്നു. ബഖീഇൽ പരന്നു കിടക്കുന്ന മീസാൻ കല്ലുകളിലേക്ക് ചിന്താത്മകനായി നോക്കിയതിനു ശേഷം ഹബീബ് ആത്മഗതമെന്നോണം കുറച്ചുച്ചത്തിൽ പറഞ്ഞു, എനിക്കെൻ്റെ സഹോദരങ്ങളെ കാണണം. നബിയോട് തൊട്ടുചാരി നിൽക്കുന്ന സ്വഹാബത്ത് അവിടുത്തെ അതര ചലനങ്ങൾ ശ്രദ്ധിച്ച് ആശ്ചര്യപ്പെട്ടു. അവർ ചോദിച്ചു, അല്ല നബിയെ, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ? അവിടുന്നൊന്ന് തിരിഞ്ഞ് എല്ലാവരെയും നോക്കിയതിനു ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്. നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ല. എൻ്റെ സഹോദരങ്ങൾ ഇതുവരെ പിറവിയെടുത്തിട്ടില്ല. അവർ അവസാന നാളിനോടടുത്ത് പിറവിയെടുക്കൂ. അവർക്ക് എന്നെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടാവുമെങ്കിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. എന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവരെന്തും ചിലവഴിക്കും. പക്ഷേ അവർക്കെന്നെയോ എനിക്കവരെയോ ഈ ദുനിയാവിൽ വെച്ച് നേരിട്ട് കാണാൻ അവസരമുണ്ടാവുകയില്ല. അത് പറഞ്ഞപ്പോൾ തിരുനബിയുടെ മുഖത്ത് സങ്കടം പ്രകടമായിരിക്കണം. നൂറയുടെ മനസ്സ് മന്ത്രിച്ചു. തുടർന്ന് ഹബീബ് ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു. അത് വായിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വഹാബ, അവരിൽ ഒരാളുടെ കർമ്മത്തിന്റെ മൂല്യം നിങ്ങളിൽ 50 പേരുടെ കർമ്മ മൂല്യത്തിന് സമാനമാണ്. അത്ഭുത പരതന്ത്രരായ സ്വഹാബത്ത് സംശയം മാറാതെ ഹബീബിനോട് വീണ്ടും ചോദിച്ചു, ഞങ്ങളിൽ 50 പേർ അവർക്ക് സമാനമാണെന്നോ? അല്ല, അവരിൽ 50 പേർ ഞങ്ങൾക്ക് സമാനമാണെന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? നബിതങ്ങൾ സംശയലേശമന്യേ മറുപടി പറഞ്ഞു, നിങ്ങളിൽ നിന്നുള്ള 50 പേരുടെ പ്രവർത്തനങ്ങൾ അവരിൽ ഒരാളുടെ പ്രവർത്തനത്തിന് സമാനമാണ്. സംശയം മാറാതെ മേയിച്ചു നിൽക്കുന്ന സ്വഹാബത്തിനോട് ഹബീബ് വീണ്ടും പറഞ്ഞു, അതിന്റെ കാരണം എന്താണെന്നറിയുമോ നിങ്ങൾക്ക് സ്വഹാബ? നിങ്ങൾ ഇന്ന് നന്മ ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. പരസ്പരം നന്മ ചെയ്യാൻ നിങ്ങൾ മത്സരിക്കുകയാണ്. എന്നാൽ അവർ ജീവിക്കുന്ന കാലം തിന്മകൾ പെരുത്ത കാലമാണ്. നന്മ ചെയ്യുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന സമയമാകും അവരുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ 50 ഇരട്ടി കൂലിയുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്കെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിർത്തി. ആ വാട്സപ്പ് മെസ്സേജ് വായിച്ചു തീർന്നതിന് ശേഷം അവൾ വീണ്ടും തൻ്റെ മുമ്പിലുള്ള കണ്ണാടിയിലേക്ക് നോക്കി. ഇപ്പോൾ അവളുടെ മനസ്സിൽ പരിഹാസത്തിന്റെ മുൾവേലികളില്ല, അപകർഷബോധത്തിന്റെ ബാന്ധാവങ്ങളില്ല. അവൾ തൻ്റെ ഹിജാബിലേക്ക് അഭിമാനപൂർവ്വം നോക്കി. ഒരു സമൂഹം ഒന്നടങ്കം അടക്കം പറഞ്ഞും വിളിച്ചും കൂവിയും പരിഹസിച്ചിട്ടും ഹബീബ് നിർദ്ദേശിച്ച ഈ വസ്ത്രമിട്ട ആ ക്ലാസ്സിൽ ചെന്നിരുന്ന തനിക്ക് അധാർമികതയുടെ ഒഴുക്കിനെതിരെ ഒരു ചെറു പ്രതിരോധം തീർക്കാനെങ്കിലും സാധിച്ചുവല്ലോ. ഇതുപോലെ തന്നെ തൻ്റെ ജീവിതകാലം മുഴുക്കെ തുടരുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു. ഹബീബ് പ്രതീക്ഷ വെച്ച ആ സഹോദരങ്ങളിൽ ഒരുവളാവാൻ തനിക്ക് സാധിക്കുമെന്ന് അവളുടെ ഉള്ളുവെമ്പൽ കൊണ്ടു. അഭിമാനബോധത്തോടെ അവൾ തന്നിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഹബീബിനെ പ്രണയിച്ചവൾ ഇതൊരു ഇസ്ലാമിക് നോവലാണ്. ഇപ്പോൾ ഞാനിവിടെ വായിച്ചിട്ടുള്ളത് ഒരധ്യായം മാത്രമാണ്. ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ റസൂലിലൂടെ തന്നെ നമുക്ക് കിട്ടി. അതുപോലെ ഒരുപാട് ഈ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ഇതിനൊക്കെയുള്ള ഒരു റസൂലിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള നോവലാണ് ഹബീബിനെ പ്രണയിച്ചവൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചതിൽ ഏറ്റവും മനോഹരമായി തോന്നിയ പുസ്തകവും എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് ഹബീബിനെ പ്രണയിച്ചവൾ എന്നുള്ള പുസ്തകമാണ്. അതുകൊണ്ട് ഈ പുസ്തകം എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ഈ ലോകത്തുള്ള അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഈ പുസ്തകം വായിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ
പുസ്തകം ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുസ്തകവുമായിട്ട് മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.